Welcome, Renu Sudhi. ഒത്തിരി ഒറ്റപ്പെടലുകളിൽ നിന്നാണ് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇപ്പോൾ രേണു ചേച്ചി വന്ന് നിൽക്കുന്നത്. എനിക്ക് വളരെ സങ്കടമാണ്. എല്ലാവരും രേണുവിനെ തള്ളിപ്പറഞ്ഞു. രേണു ബിഗ് ബോസിൽ വരികയായിരുന്നു മാത്രം എല്ലാവരും പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും ഈ ബ്ലോഗർമാരും എല്ലാം പറഞ്ഞു രേണു ബിഗ് ബോസിൽ വരികയായിരുന്നു. എങ്കിലും ദൈവം അവളെ അവിടെ കൊണ്ടുവന്നു. രേണുവിനെ ചുറ്റും നിന്ന് മറ്റുള്ളവരെല്ലാം ഒരു എന്താ പറയുന്നത് വലിച്ചു കീറുന്നൊരവസ്ഥ ഈ ചൂളയിലൂടെ അല്ലേ കത്തിക്കൊണ്ട് തിരിക്കുന്നത്. ഈ ചൂളയുടെ നടുവിലാണ് രേണു ഇന്ന് ബിഗ് ബോസിലെത്തിയിരിക്കുന്നത്. ലാലേട്ടൻ രേണു സുധി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ബ്ലോഗേഴ്സ് കുറേ പേരിങ്ങനെ രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അവളുടെ ഒഫീഷ്യൽ നെയിം. അത് അറിഞ്ഞതിൽ പിന്നെ അവർ രേണു സുധി എന്ന് വിളിച്ചിട്ടില്ല. അവർ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പേര് ഇവളുടെ രേണുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർത്തുകൊണ്ടാണ് അവരെല്ലാത്തിലും രേഷ്മ പി തങ്കച്ചൻ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരവസരത്തിൽ ലാലേട്ടൻ തന്നെ അവളെ രേണു സുധി എന്ന് വിളിച്ചപ്പം ഒരുപാട് സന്തോഷം തോന്നി. സപ്പോർട്ട് ചെയ്യേണ്ടോടത്തു നിന്നും കരുതൽ ലഭിക്കേണ്ടോടത്തു നിന്നും നിയമസംരക്ഷണം ലഭിക്കേണ്ട എല്ലായിടത്തു നിന്നും അവൾക്ക് അവഗണനകൾ നെഗറ്റീവ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ അവൾക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ ഇത്രയൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും അവൾ സർവൈവ് ചെയ്യും. അവൾ ഒറ്റയ്ക്ക് തന്നെ നേടിയതാണ് ഇത്. ഈ കാര്യം ഇത്ര വരെ അവൾ എത്തിയതുള്ളൂ. അവൾ ഒറ്റയ്ക്ക് തന്നെ നേടിയതാണ്. ആരും ഒരുത്തനും സപ്പോർട്ട്, എല്ലാവരും നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷെ അവൾ നേടി. ഇത് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും. രേണുമ്മ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്ന കൊച്ചിന് തോന്നണത്? ബിഗ് ബോസിൽ അമ്മ വിൻ ചെയ്യണ്ടേ? ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഓൾ, നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് സുധീത്തിലാണ്. ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ 7 എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അകത്ത് ചെന്നിട്ട് അവരോട് വിശേഷം ചോദിക്കാം. പറ, അമ്മനെ കണ്ടായിരുന്ന ടി വിയിൽ? കണ്ടായിരുന്നു. സന്തോഷമായ? എന്തോ പറയാനുള്ളേ? ഒന്നും പറയാനില്ലേ? അമ്മ നല്ല സുന്ദരിയായിരുന്നില്ലേ? ആയിരുന്നു. അച്ഛൻ പറ, എന്താണ് ഇപ്പം ഈ ഒരു അവസരത്തിൽ തോന്നുന്നത് അച്ഛന്? ഈ ഒരു അവസരത്തിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയും അറിഞ്ഞുകൊണ്ടിരുന്നത് രേണു ഈ ബിഗ് ബോസിൽ വരികയില്ലെന്നുള്ളതായിരുന്നു. പക്ഷേ അതൊന്നും അല്ല, നമ്മളെ കാണുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നുള്ളത് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് വളരെ സന്തോഷം, ഇതൊക്കെ പറയാനുള്ളൂ. അമ്മയ്ക്ക് ഇപ്പം ഈ സമയത്ത് എന്താ പറയുക, രേണു ചേച്ചി അത്രയും കഷ്ടപ്പെട്ട് ഒത്തിരി ഒറ്റപ്പെടലുകളിൽ നിന്നാണ് ഇത്രയും വലിയൊരു ഫ്ലോറിൽ ഇപ്പോൾ രേണു ചേച്ചി വന്ന് നിൽക്കുന്നത്. അപ്പം ഈ ഒരു സമയത്ത് അമ്മ എന്നുള്ള നിലയിൽ അമ്മയ്ക്ക് എന്താണ് തോന്നണത്? എനിക്ക് വളരെ സങ്കടമാണ്. എൻ്റെ കുഞ്ഞ് എല്ലാവരും രേണുവിനെ തള്ളിപ്പറഞ്ഞു. രേണു ബിഗ് ബോസിൽ വരികയായിരുന്നു മാത്രം എല്ലാവരും പറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും ഈ ബ്ലോഗർമാരും എല്ലാം പറഞ്ഞു രേണു ബിഗ് ബോസിൽ വരികയായിരുന്നു. എങ്കിലും ദൈവം അവളെ അവിടെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അമ്മ ഹാപ്പിയാണപ്പോൾ? ഹാപ്പിയാണ് ചേച്ചി. അപ്പോൾ അവിടെ 100 ദിവസം തികച്ച് കപ്പും കൊണ്ട് വരണം എന്ന് തന്നെ പ്രാർത്ഥിക്കാമല്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ അമ്മ പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് പിന്നെ ബിഗ് ബോസിൽ പോയതിന് വളരെ സന്തോഷമുണ്ട്. എന്താ വിളിക്കുന്നേ? ആൻറ്റിനെ ടി വിയിൽ കണ്ടപ്പോൾ എന്താ തോന്നിയത്? സന്തോഷമുണ്ട്. ബിഗ് ബോസ് മുന്നേ കണ്ടിട്ടുണ്ടാവും ചേച്ചി? കണ്ടിട്ടില്ല. ഇപ്പം ആൻറ്റി അതിൽ വിൻ ചെയ്യണം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ, ഇത്രയും നാളെ ആൻറ്റിനെ ഫോണിലേ കണ്ടിട്ടുള്ളൂ. ഇത്രയും നീ കണ്ടിട്ടുണ്ട്? ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്? ബിഗ് ബോസിലപ്പോൾ രേണുമ്മ പോയിട്ട് എന്തൊക്കെ ചെയ്യുന്ന കൊച്ചിന് തോന്നണത്?
പിന്നെ മിഠായിയൊക്കെ മേടിക്കും. പിന്നെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. എന്തും കൊണ്ട് വരും രേണുമ്മ? മുട്ടായിയും കൊണ്ടാ? കപ്പ് കൊണ്ടുവരണ്ടേ? ബിഗ് ബോസ് പ്രൈസ് അടിക്കണ്ടേ? ബിഗ് ബോസിൽ അമ്മ വിൻ ചെയ്യണ്ടേ? ഫസ്റ്റ് ആകണ്ടേന്ന്. പറ, ആൻറ്റീനെ ടി വി കണ്ടിട്ട് എന്താണ് തോന്നിയത് കുട്ടിക്ക്? നല്ല സന്തോഷമുണ്ട്. ബിഗ് ബോസിൽ വിൻ ചെയ്യണം, ആൻറ്റീനെ ഇങ്ങനെ ലോകം അറിയപ്പെടണം, അടിപൊളിയാവണം എന്നാണ് കൊച്ചിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ്. ചേട്ടാ, അനിയെത്തി. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവീന്നാണ് ചേച്ചി ഒറ്റയ്ക്ക് നേടിയൊരു വിജയമാണിത്. ഇപ്പോൾ ചേട്ടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചീനെ. അപ്പോൾ ഈ നിമിഷത്തിൽ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. എല്ലാ കാര്യത്തിലും അവൾ ഒറ്റയ്ക്ക് തന്നെ നേടിയതാണ് ഇത്. ഈ കാര്യം ഇത്ര വരെ അവൾ എത്തിയതുള്ളൂ. അവൾ ഒറ്റയ്ക്ക് തന്നെ നേടിയതാണ്. ആരും ഒരുത്തനും സപ്പോർട്ട്, എല്ലാവരും നെഗറ്റീവ് തന്നെയായിരുന്നു. പക്ഷെ അവൾ നേടി ഇത്. ഭയങ്കര സന്തോഷമുണ്ട് എല്ലാ കാര്യത്തിലും. എല്ലാം അവൾ ഇതൊരു ഭയങ്കര എന്ന് പറയാൻ പറ്റത്തില്ല. അത് നല്ല സന്തോഷം. ചേച്ചിയാണെന്ന് തോന്നുന്നു. രേണു ചേച്ചിയോട് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ചേച്ചിയുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിട്ടുള്ളത് ചേച്ചി തന്നെയാണ്. ചേച്ചിക്കായിരിക്കും കൂടുതൽ ഇതിലൊരു സന്തോഷവും. എന്താണ് തോന്നുന്നത് ഇപ്പോൾ? സന്തോഷം. ബാക്കി എന്താണ് ഇനിയിപ്പോൾ ചേച്ചി അവിടെ പോയി എന്താണ് ചേച്ചിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? രേണു ചേച്ചിയിൽ നിന്ന് വിൻ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ, ആഗ്രഹം. ചേച്ചി ഇപ്പോൾ അവിടെ അറിയാമല്ലോ, നമുക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അറിയാം. അപ്പോൾ ആ ഒരു ഷോയിൽ ചേച്ചി ഇവിടെ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോയിൽ ചെല്ലുമ്പോൾ അത്രയും ഒരു സപ്പോർട്ട് ചിലപ്പോൾ അവിടുത്തെ കണ്ടസ്റ്റൻസിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. അതൊക്കെ ചേച്ചി സർവൈവ് ചെയ്ത് ഓക്കെ ആവും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കാരണം സർവൈവ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അതിലുള്ള ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആരും അതുപോലെ ഇവള് സർവൈവ് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. കാരണം സപ്പോർട്ട് ചെയ്യേണ്ടടുത്തു നിന്നും കരുതൽ ലഭിക്കേണ്ടടുത്തു നിന്നും നിയമസംരക്ഷണം ലഭിക്കേണ്ട എല്ലായിടത്തു നിന്നും അവൾക്ക് അവഗണനകൾ നെഗറ്റീവ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. അതിൽ നിന്നൊക്കെ അവൾക്ക് ആരുടെയും സപ്പോർട്ടില്ലാതെ ഇത്രയൊക്കെ എത്തിപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും അവൾ സർവൈവ് ചെയ്യും. ലാലേട്ടൻ രേണുസുതി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഈ ബ്ലോഗേഴ്സ് കുറേ പേരിങ്ങനെ രേഷ്മ പി തങ്കച്ചൻ എന്നാണ് അവളുടെ ഒഫീഷ്യൽ നെയിം. അത് അറിഞ്ഞതിൽ പിന്നെ അവർ രേണുസുതി എന്ന് വിളിച്ചിട്ടില്ല. അവർ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ സുധിച്ചേട്ടൻ്റെ പേര് ഇവളുടെ രേണുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർക്കാനുള്ള യോഗ്യത ഇല്ല എന്നുള്ള രീതിയിൽ അത് വരുത്തി തീർത്തുകൊണ്ടാണ് അവരെല്ലാത്തിലും രേഷ്മ പി തങ്കച്ചൻ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തു തന്നെ ആയാലും നിയമപരമായിട്ട് അവളുടെ ഹസ്ബൻഡാണ് അത്. മാരേജിന് മുമ്പ് അത് ഒഫീഷ്യൽ നെയിമിൽ നമ്മുടെ ഫാദറിൻ്റെ നെയിം ചേർക്കുമെങ്കിലും മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ നെയിമാണ് ചേർക്കുന്നത്. അപ്പം അവളുടെ ഹസ്ബൻഡാണ്. അതുകൊണ്ട് രേണുസുതി എന്നുള്ള പേരാണ് അവൾ പിന്നീട് അത് വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവർ എന്തോ അവളോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് അത് രേഷ്മ പി തങ്കച്ചൻ എല്ലാ വ്ളോഗിലൂടെയും അവരുടെ ഓരോ റിയാക്ഷൻ വീഡിയോസിലൂടെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരവസരത്തിൽ ലാലേട്ടൻ തന്നെ അവളെ രേണുസുതി എന്ന് വിളിച്ചപ്പം ഒരുപാട് സന്തോഷം തോന്നി. ചെയ്യും, കപ്പടിക്കും നമ്മൾ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ അതോ പുറമെ ആളുകളൊക്കെ അങ്ങനെ അറിഞ്ഞു ചോദിച്ചു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? എന്താ ഈ ഒരു ബിഗ് ബോസിലേക്ക് ചേച്ചി പോകുന്നു എന്നുള്ളൊരു? ഞങ്ങൾ പോലും അറിഞ്ഞത് ലാസ്റ്റ് 2 ദിവസം മുമ്പ് അറിഞ്ഞത്. അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് അറിഞ്ഞത്, പോകുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അന്നാ അറിഞ്ഞത്. ഓക്കെ, പെട്ടെന്നായിരുന്നു അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്. ആ ലാസ്റ്റ് മൊമെന്റിൽ. അപ്പോൾ അതുവരെ ചിലപ്പം നിങ്ങൾ മുൻപ് ആഗ്രഹിച്ചിരുന്നോ ഈ ഒരു ഫ്ലോറിൽ രേണു ചേച്ചി ചെല്ലും എന്നുള്ളത്? മുൻപ് ആഗ്രഹിച്ചിരുന്നു. പിന്നെ അറിയാമല്ലോ, കുറേ ബ്ലോഗേഴ്സും അവരുടെയൊക്കെ നിരന്തരമായിട്ടുള്ള ഇടപെടലും അവരുടെ ഇവളോടുള്ള അവർക്ക് എന്തോ വൈരാഗ്യമോ വാശിയോ അതൊക്കെ കാരണം പിന്നെ അവൾക്ക് പോകാൻ പറ്റില്ലെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. പിന്നെ പ്രതീക്ഷയില്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ വിളിച്ച് പറയുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ. അവരുടെ രേണുവിൻ്റെ വിജയത്തിൽ ഇത് വിജയമാണെന്ന് തന്നെ പറയാം. കാരണം ഈ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് എല്ലാം അറിയാം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് തന്നെ അറിയാം കൂടുതലായിട്ട്.
എന്തെല്ലാം ആരോപണങ്ങളും അല്ലേ അതൊക്കെ സഹിച്ച് അവൾ ഈ ബിഗ് ബോസ് വരെ എത്തിയത് അതിയായ സന്തോഷമുണ്ട്. അവളുടെ ജീവിതത്തിൽ അവൾ കാരണം അവളെ പോലെ വേറൊരാളെ വ്യക്തിയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ എത്തപ്പെടത്തില്ലെന്നുള്ളത് എനിക്കറിയാം. കാരണം അവൾ അതുപോലൊരു മനസ്സ് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ എന്ത് ഒരു കാര്യം കേട്ടാൽ അത് അവളതിനെ വിലയിരുത്തി മറുപടി പറയാനും ഒക്കെ അവൾക്ക് ദൈവം തമ്പുരാൻ ഒരു എന്താ പറയുന്നത് പ്രത്യേക ഒരു കഴിവ് കൊടുത്തെന്ന് വേണം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ അവൾ ചെയ്യുന്നിടത്തെല്ലാം വിജയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അപ്പം എന്നുള്ള നിലയ്ക്ക് ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാനൊരു കാര്യം പറയാം, മനുഷ്യൻ വെറും നിസ്സാര കാര്യങ്ങൾക്കായിരിക്കും ഒരു കുറ്റം കണ്ടുപിടിച്ചിട്ട് അവരെ ഈ ലോകത്ത് നിന്ന് താഴ്ത്തിക്കളയാനും അവരെ ഈഴ്ത്തുവാനായിട്ട് നോക്കുകയുള്ളൂ. പക്ഷെ അവർ ചെയ്യുന്ന ഒരു നന്മയോ അല്ലെങ്കിൽ അവരെന്ത് കാരണമാണ് ഇത് ചെയ്യുന്നതെന്നുള്ള അറിയാതെയാണ് നമ്മളിൽ പലരും ആക്ഷേപങ്ങൾ ചൊരിയുന്നതും മറ്റുള്ളവരെ അല്ലെങ്കിൽ ഇതുപോലെ രേണുവിനെ ചുറ്റും നിന്ന് എല്ലാവരും അതായത് ഈ ബ്ലോഗർമാരാണ് അതിൻ്റെ അകത്ത് 1, 2, 3, 4 വ്യക്തികൾ ഇട്ട് കൊടുക്കുക, മറ്റുള്ളവരെല്ലാം ഒരു എന്താ പറയുന്നത് വലിച്ചു കീറുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറയാൻ നിങ്ങൾക്കെല്ലാം അറിയാം. അന്ന് ഞങ്ങൾക്ക് വലിയ ഒരു പ്രയാസമില്ല. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം നുണയാണ് കള്ളമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ ഒരു എന്താ പറയുക തീച്ചൂളയിലൂടെ അല്ലേ കത്തിക്കൊണ്ട് തിരിക്കുന്ന തീച്ചൂളയുടെ നടുവിലാണ് രേണു ഇന്ന് ബിഗ് ബോസിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവളവിടെ പെർഫോം ചെയ്യട്ടെ, അവളുടെ കഴിവ് പോലെ അവളവിടെ ചെയ്യട്ടെ. അല്ലാതെ മറ്റുള്ളവരെ താഴ്ത്തിയിട്ട് അവൾ ഒരു വിജയം കൊണ്ടുവരണം. അവൾക്ക് ലഭിക്കുന്നെങ്കിൽ അവൾക്കില്ല, മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഞാൻ ഈ ബിഗ് ബോസിൽ നിന്ന് കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസ നേരുന്നു. പ്രത്യേകിച്ച് രേണു അവിടെ ഉറപ്പും ധൈര്യത്തോടെ നിൽക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഇത്രയൊക്കെ ആയിരിക്കുന്നു ഞങ്ങൾ കുടുംബമായിട്ട്. വളരെ സന്തോഷത്തെ ഇപ്പം വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം എല്ലാവരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി. രേണു ചേച്ചി എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഒറ്റയ്ക്ക് നേടിയൊരു വിജയമാണ് ഈ ബിഗ് ബോസ് എന്ന വലിയൊരു ഫ്ലോറിൽ ചേച്ചീനെ എത്തിച്ചത്. അപ്പോൾ സത്യത്തിൽ ചേച്ചി ഒരുപാട് പേരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ആ ഫ്ലോറിൽ നിൽക്കുന്നത്. ചേച്ചിയോട് മുൻപ് സംസാരിച്ച സമയത്ത് ചേച്ചിനോട് മുന്നേ സംസാരിച്ച സമയത്ത് ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ ആഗ്രഹിച്ചൊരു ഫ്ലോറായിരുന്നു ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പോൾ രേണു ചേച്ചിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടി. ചേച്ചിക്ക് ഇപ്പോൾ ഈ ഒത്തിരി നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ മാറി ചേച്ചിക്ക് ഇതിൽ വിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സത്യത്തിൽ വിൻ ചെയ്യുന്നത് സുധിച്ചേട്ടൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിലും ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിലും ഒത്തിരി അപമാനങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഏറ്റുവാങ്ങിയൊരു വ്യക്തിയാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെ ആ ഒരു ഫ്ലോറിൽ ചെന്ന് നിൽക്കുന്നത്. ശരിക്കും 100 ദിവസം നിൽക്കുമോ വിൻ ചെയ്യുമോ ഇതൊന്നുമല്ല. നമുക്ക് ആ ചേച്ചീനെ ആ ഒരു വലിയ ഫ്ലോറിലേക്ക് ലാലേട്ടൻ കൈ ഉയർത്തി പിടിക്കുന്ന ആ ഒരു മൊമെൻറ്റ് അത് തന്നെ ആ ചേച്ചിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ആ ചേച്ചിയുടെ ഏറ്റവും വലിയ വിജയമാണ്. അപ്പോൾ ഇനി എന്താണെന്ന് നമുക്ക് നോക്കി കാണാം.